എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ ആളുകളെ കാണുമ്പോൾ അവരുടെ പുറമേയുള്ള രൂപം കണ്ടിട്ട് അവരെക്കുറിച്ച് പലതും നമ്മൾ അങ്ങ് തീരുമാനിക്കും, അല്ലേ? ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് എന്തോ ആലോചിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും. പക്ഷെ നമ്മുടെ ആ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കുമോ? മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ലോകപ്രശസ്തനായ റഷ്യൻ എഴുത്തുകാരൻ മാക്സിം ഗോർക്കിയുടെ ബിലവഡ് ബോൾസ് എന്ന കഥ. റെഡിയല്ലേ എല്ലാവരും? ഈ കഥ നമ്മളോട് പറയുന്നത് നമ്മുടെ കഥാനായകന്റെ ഒരു സുഹൃത്താണ്. കഥാനായകൻ മോസ്കോയിൽ ഒരു സ്റ്റുഡന്റായിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവമാണിത്. അദ്ദേഹത്തിന്റെ വീടിന്റെ എതിർവശത്തുള്ള റൂമിൽ ഒരു പോളിഷ് സ്ത്രീ താമസിച്ചിരുന്നു. അവളുടെ പേര് തെരേസ എന്നായിരുന്നു. അവളെ കാണാൻ എങ്ങനെയായിരുന്നുവെന്നോ? അവൾ നല്ല ഉയരമുള്ള, കരുത്തുള്ള ഒരു സ്ത്രീയായിരുന്നു. കറുത്ത കട്ടിയുള്ള പുരികങ്ങൾ, കടും തവിട്ട് നിറമുള്ള മുടി, പിന്നെ ഒരു പരിക്കൻ മുഖം, എ ലാർജ് കോഴ്സ് ഫേസ്. അവളുടെ ഇരുണ്ട കണ്ണുകളിലെ തിളക്കവും ഒരു പുരുഷന്റേതുപോലത്തെ കട്ടിയുള്ള ശബ്ദവും, ബാസ് വോയിസ്, അവളുടെ മസിലുകളുമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സ്റ്റുഡന്റിന് അവളെ ശരിക്കും പേടിയായിരുന്നു. ഹി വാസ് ഹോറിഫൈഡ്. അതുകൊണ്ട് അവൾ വീട്ടിലുണ്ടെന്ന് അറിയാമെങ്കിൽ നമ്മുടെ സ്റ്റുഡന്റ് ഒരിക്കലും തന്റെ റൂമിന്റെ ഡോർ തുറന്നിടാറില്ലായിരുന്നു. അത്രയ്ക്ക് പേടിയായിരുന്നു അയാൾക്ക്. ചിലപ്പോൾ സ്റ്റെയർ കേസിലോ മുറ്റത്തോ വെച്ച് അവർ കണ്ടുമുട്ടും. അപ്പോൾ അവൾ ഇദ്ദേഹത്തെ നോക്കി ഒന്ന് ചിരിക്കും. ചില ദിവസങ്ങളിൽ അദ്ദേഹം അവളെ മദ്യപിച്ച് കണ്ണുകളൊക്കെ കലങ്ങി മുടിയൊക്കെ പാറി പറന്ന് നിൽക്കുന്നത് കാണാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ അവൾ ഇദ്ദേഹത്തോട് സംസാരിക്കും. ഹൗ ഡു യു ഡു മിസ്റ്റർ സ്റ്റുഡന്റ് എന്നൊരു വല്ലാത്ത ചിരിയോടെ അവൾ ചോദിക്കും. നമ്മുടെ സ്റ്റുഡന്റിന് ആ റൂം മാറി മറ്റെവിടെയെങ്കിലും പോയാലോ എന്നുവരെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ റൂം നല്ലതായിരുന്നു. ജനലിലൂടെ നോക്കിയാൽ പുറത്ത് നല്ല കാഴ്ചയായിരുന്നു. താഴെയുള്ള തെരുവിൽ എപ്പോഴും നല്ല ശാന്തതയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതെല്ലാം സഹിച്ച് അവിടെ തന്നെ താമസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ നമ്മുടെ സ്റ്റുഡന്റ് ക്ലാസ്സിൽ പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി വെറുതെ സോഫയിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് വാതിൽ തുറന്ന തെരേസയുടെ ആ ബാസ് വോയിസ്, ആ കനത്ത ശബ്ദം മുറിയിൽ മുഴങ്ങിയത്. ഗുഡ് ഹെൽത്ത് യു മിസ്റ്റർ സ്റ്റുഡന്റ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അദ്ദേഹം ചോദിച്ചു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. അവൾ ആകെ കൺഫ്യൂസ്ഡായിരുന്നു. അവളുടെ മുഖത്തൊരുതരം പരിഭ്രമമുണ്ടായിരുന്നു. അതവൾക്കൊട്ടും പതിവില്ലാത്ത ഒരു ഭാവമായിരുന്നു. സർ, എനിക്ക് നിങ്ങളോടൊരു സഹായം ചോദിക്കാനുണ്ട്. നിങ്ങൾ അത് ചെയ്തു തരുന്നോ? അവൾ ചോദിച്ചു. സ്റ്റുഡന്റ് ഒന്നും മിണ്ടാതെ അവളെ നോക്കിക്കിടന്നു. സർ, എനിക്ക് നാട്ടിലേക്കൊരു കത്തെഴുതണം, അതാണ് കാര്യം, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം യാചിക്കുന്നതുപോലെയായിരുന്നു, വളരെ മൃദുവായി, പേടിയോടെ. ഒരു പുരുഷന്റെ ശബ്ദമുള്ള കരുത്തായ ആ സ്ത്രീയിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം കണ്ടപ്പോൾ നമ്മുടെ സ്റ്റുഡന്റ് ശരിക്കും ഞെട്ടിപ്പോയി. അദ്ദേഹം ചാടി എഴുന്നേറ്റ് തന്റെ മേശയുടെ അടുത്തേക്ക് പോയി ഒരു പേപ്പർ എടുത്തു പറഞ്ഞു. ഇവിടെ വരൂ, ഇരിക്കൂ, എന്നിട്ട് പറയൂ. അവൾ വന്നു. ഒരു കസേരയിൽ വളരെ പേടിയോടെ ജിഞ്ചർലി ഇരുന്നു. എന്നിട്ടൊരു കുറ്റവാളിയെപ്പോലെ നമ്മുടെ അദ്ദേഹത്തെ നോക്കി. ശരി, ആർക്കാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്? സ്റ്റുഡന്റ് ചോദിച്ചു. ബോൾസ് കാഷ്പുട്ട്, പട്ടണത്തിൽ വാർസോ റോഡിൽ, അവൾ വിലാസം പറഞ്ഞു. ശരി, തുടങ്ങിക്കൊള്ളൂ, സ്റ്റുഡന്റ് പറഞ്ഞു. അപ്പോൾ അവൾ കത്തു പറയാൻ തുടങ്ങി. ആ വരികൾ കേട്ട് സ്റ്റുഡന്റ് അത്ഭുതപ്പെട്ടുപോയി. എന്റെ പ്രിയപ്പെട്ട ബോൾസ്, എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ വിശ്വസ്തനായ കാമുക, ദൈവം നിന്നെ രക്ഷിക്കട്ടെ. സ്വർണഹൃദയനുള്ളവനെ, എന്തുകൊണ്ടാണ് നീ ഇത്രയും കാലമായി നിന്റെ ദുഃഖിതയായ കുഞ്ഞുപ്രാവിന് തെരേസയ്ക്ക് എഴുതാതിരുന്നത്? ഇത് കേട്ട് നമ്മുടെ സ്റ്റുഡന്റിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. എ സോറോയിങ് ലിറ്റിൽ ഡവ്. ദുഃഖിതയായ ഒരു കുഞ്ഞുപ്രാവ്. 5 അടിയിൽ കൂടുതൽ ഉയരവും കരുത്തുള്ള ശരീരവുമുള്ള അവൾ എങ്ങനെയാണ് ഒരു കുഞ്ഞു പ്രാവാകുന്നത്? ചിരിയോടെ അദ്ദേഹം ഇതെല്ലാം ചിന്തിച്ചോർത്തു. അദ്ദേഹം വികട ചിരി അടക്കി ചോദിച്ചു, ആരാണ് ഈ ബോൾസ്റ്റ്? ബോൾസ് മിസ്റ്റർ സ്റ്റുഡന്റ്. പേര് തെറ്റിച്ചതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ ബോൾസാണ്, എന്റെ ചെറുപ്പക്കാരൻ, മൈ യങ് മാൻ. ചെറുപ്പക്കാരനോ? സ്റ്റുഡന്റ് ഞെട്ടി. എന്തിനാണ് സാർ ഇത്രയും അത്ഭുതപ്പെടുന്നത്? എന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാകാൻ പാടില്ലേ? അവളോ? ഒരു പെൺകുട്ടിയോ? വെൽ, സ്റ്റുഡന്റ് മനസ്സിലോർത്തു. ഓ, എന്തുകൊണ്ടില്ല? എല്ലാം സാധ്യമാണല്ലോ. അവൻ നിങ്ങളുടെ ചെറുപ്പക്കാരനായിട്ട് ഒരുപാട് കാലമായോ? 6 വർഷം, അവൾ പറഞ്ഞു. ഓഹോ, സ്റ്റുഡന്റ് മനസ്സിൽ ചിന്തിച്ചു. ശരി, നമുക്ക് കത്തെഴുതാം. കത്തെഴുതി കഴിഞ്ഞപ്പോൾ തെരേസ അദ്ദേഹത്തോട് പറഞ്ഞു. നിങ്ങളുടെ ഈ ദയയ്ക്ക് ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു സർ. നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമോ? വേണ്ട, വളരെ നന്ദി, അദ്ദേഹം പറഞ്ഞു. അവൾ പോയി. 1 or 2 ആഴ്ചകൾ കഴിഞ്ഞു. ഒരു വൈകുന്നേരം സ്റ്റുഡന്റ് ജനലിന്റെ അടുത്ത് വെറുതെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ ആകെ ബോറടിച്ചിരുന്നു. പുറത്ത് കാലാവസ്ഥയും മോശമായിരുന്നു. പുറത്തു പോകാൻ ഒരു മൂഡുമില്ല. അപ്പോഴാണ് വാതിൽ തുറന്നത്. ഭാഗ്യം, ആരോ വന്നിരിക്കുന്നു. ഓ, മിസ്റ്റർ സ്റ്റുഡന്റ്, നിങ്ങൾക്ക് തിരക്കൊന്നുമില്ലല്ലോ അല്ലേ? അത് തെരേസയായിരുന്നു. സ്റ്റുഡന്റ് മനസ്സിലോർത്തു. ഇല്ല, എന്താ കാര്യം? ഞാൻ നിങ്ങളോട് മറ്റൊരു കത്തെഴുതാൻ ചോദിക്കാൻ വന്നതാണ് സാർ. വളരെ നല്ലത്. ബോൾസിനാണോ?
സ്റ്റുഡന്റ് ചോദിച്ചു. അല്ല, ഇത്തവണ അത് അവനിൽ നിന്നുള്ളതാണ്. എന്താ? സ്റ്റുഡന്റ് ഞെട്ടി. തെരേസ പരിഭ്രമത്തോട് പറഞ്ഞു. ഞാനൊരു വിഡ്ഢിയാണ്. ഇതെനിക്കല്ല മിസ്റ്റർ സ്റ്റുഡന്റ്, ക്ഷമിക്കണം. ഇതെന്റെ ഒരു സുഹൃത്തിനാണ്. അതായത് ഒരു സുഹൃത്തല്ല, ഒരു പരിചയക്കാരൻ, ഒരു പുരുഷനാണ്. അവന് എന്നെപ്പോലെ ഒരു കാമുകിയുണ്ട്. മറ്റൊരു തെരേസ. അതാണ് കാര്യം. നിങ്ങൾ ഈ തെരേസയ്ക്ക് ഒരു കത്തെഴുതി തരുമോ? സ്റ്റുഡന്റ് അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖം ആകെ അസ്വസ്ഥമായിരുന്നു. വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യം അദ്ദേഹത്തിനെ ഒന്നും മനസ്സിലായില്ല. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. നോക്കൂ മൈലേഡി, അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു. ഇവിടെ ബോൾസുമില്ല, തെരേസയുമില്ല. നിങ്ങൾ എന്നോട് കുറെ നുണകൾ പറയുകയാണ്. ഇനി എന്നെ പറ്റിക്കാൻ വരരുത്. നിങ്ങളുടെ സുഹൃത്തോ പരിചയക്കാരനോ ചെറുപ്പക്കാരനോ ആകാൻ എനിക്ക് ഒരു ആഗ്രഹവുമില്ല. മനസ്സിലായോ? ഇത് കേട്ടതും അവൾ വല്ലാതെ ഭയന്നുപോയി. അവൾ ഒരേ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് കാലുകൾ മാറ്റി ചവിട്ടാൻ തുടങ്ങി. അവൾക്കെന്തോ പറയാനുണ്ടായിരുന്നു. പക്ഷെ വാക്കുകൾ പുറത്തുവന്നില്ല. സ്റ്റുഡന്റ് എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിന്നു. പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് തോന്നി താൻ അവളെ തെറ്റിദ്ധരിച്ചുവെന്ന്. ഇത് മറ്റെന്തോ ആണ്. മിസ്റ്റർ സ്റ്റുഡന്റ്, അവൾ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് കൈവീശി വാതിലിന്റെ അടുത്തേക്ക് തിരിഞ്ഞു പുറത്തേക്ക് പോയി. സ്റ്റുഡന്റിന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവൾ വാതിൽ ശക്തിയായി തുറന്നടയ്ക്കുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. അദ്ദേഹം ആലോചിച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവളെ തിരികെ വിളിച്ച് അവൾക്ക് വേണ്ടതെന്തും എഴുതി കൊടുക്കാമെന്ന് പറയാം. അദ്ദേഹം അവളുടെ അപ്പാർട്ട്മെന്റിൽ ചെന്നു. അവൾ മേശയിൽ കൈമുട്ടുകൾ വെച്ച് തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു. ഒന്ന് കേൾക്കൂ, അദ്ദേഹം പറഞ്ഞു. അവൾ ചാടിയണീട്ട് കണ്ണുകൾ ജ്വലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ച് മന്ത്രിക്കാൻ തുടങ്ങി. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ബോൾസുമില്ല, ഒരു തെരേസയുമില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കെന്താ? പേപ്പറിൽ ഒരു പേന കൊണ്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണോ? ഇവിടെ ആരുമില്ല, ബോൾസുമില്ല, തെരേസയുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ക്ഷമിക്കണം. അദ്ദേഹം ആകെ സ്തംഭിച്ചുപോയി. ഇതെന്താണ്? ബോൾസില്ലെന്നോ? ഇല്ല. തെരേസയുമില്ലേ? തെരേസയുമില്ല. ഞാനാണ് തെരേസ. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. പക്ഷെ പിന്നീടവൾ വിശദീകരിച്ചു. അവൾ ആദ്യത്തെ കത്ത് അദ്ദേഹത്തെ കാണിച്ചു. അത് അയച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ലോകത്തെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് അവൾ തനിക്കുവേണ്ടി ഒരു സുഹൃത്തിനെ സങ്കൽപ്പിച്ചെടുക്കുകയായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി തന്നെ അവനിലേക്ക് എഴുതുന്നു. അപ്പോൾ അവൻ ഉള്ളതുപോലെ തോന്നും. എന്നിട്ട് അവനിൽ നിന്നെനിക്ക് മറുപടി കിട്ടുന്നു. ഞാൻ വീണ്ടും അവനെഴുതുന്നു. അവസാനം സ്റ്റുഡന്റിന് എല്ലാം മനസ്സിലായി. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമവും ലജ്ജയും തോന്നി. തന്റെ തൊട്ടടുത്ത് 3 വാഴ പോലും അകലെയല്ലാതെ ലോകത്തിൽ ദയോടെ പെരുമാറാൻ ആരുമില്ലാത്തൊരു മനുഷ്യജീവി താമസിക്കുന്നു. സ്നേഹിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അവൾ സ്വയം ഒരു സുഹൃത്തിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങൾ ബോൾസിനൊരു കത്തെഴുതി ഞാൻ അത് മറ്റൊരാളെ കൊണ്ട് വായിപ്പിച്ചു. അവർ അത് മായ്ക്കുമ്പോൾ ബോൾസ് അവിടെ ഉണ്ടെന്ന് ഞാൻ സങ്കൽപ്പിച്ചു. എന്നിട്ട് ബോൾസിൽ നിന്ന് തെരേസയ്ക്ക്, അതായത് എനിക്കൊരു കത്തെഴുതാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കത്തെഴുതി എനിക്ക് വായിച്ചു തരുമ്പോൾ ബോൾസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പു തോന്നും. അപ്പോൾ എന്റെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാകും. ഇത് കേട്ടപ്പോൾ സ്റ്റുഡന്റ് സ്വയം പറഞ്ഞു, നിന്നെ ഒരു മണ്ടനെന്ന് വേണം പറയാൻ. അന്നു മുതൽ ആഴ്ചയിൽ 2 തവണ അദ്ദേഹം ബോൾസിന് ഒരു കത്തും ബോൾസിൽ നിന്ന് തെരേസയ്ക്കൊരു മറുപടിയും എഴുതിക്കൊടുത്തു. അവൾ അത് കേട്ട് ഒരുപാട് കരയുമായിരുന്നു. അവളുടെ ആ കനത്ത ശബ്ദത്തിൽ അവൾ അലറിക്കരയുമായിരുന്നു. ഈ സഹായത്തിനു പകരമായി അവൾ എന്റെ കീറിയ സോക്സുകളും ഷർട്ടുകളും മറ്റു വസ്ത്രങ്ങളും തുന്നിക്കൊടുത്തു. 3 മാസങ്ങൾക്ക് ശേഷം എന്തോ കാരണം കൊണ്ട് അവളെ ജയിലിലടച്ചു. കഥാനായകൻ പറയുന്നു, ഇപ്പോൾ അവൾ മരിച്ചിട്ടുണ്ടാകുമെന്ന്. കഥയുടെ അവസാനം ഈ കഥ പറഞ്ഞ സുഹൃത്തു പറയുന്നു, ഒരു മനുഷ്യൻ എത്രത്തോളം കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നുവോ അവൻ അത്രത്തോളം ജീവിതത്തിലെ മധുരമായ കാര്യങ്ങൾക്കായി കൊതിക്കുന്നു. എന്നാൽ നമ്മളോ? നമ്മുടെ നന്മയുടെ കീറ തുണികളിൽ പൊതിഞ്ഞ് നമ്മുടെ ഞാൻ വലിയവനാണ് എന്ന ചിന്തയുടെ മൂടൽമഞ്ഞിലൂടെ മറ്റുള്ളവരെ കാണുന്നു. നമ്മുടെ പ്രവർത്തികളാണ് ശരിയെന്നുറച്ചു വിശ്വസിച്ച് നമ്മൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവസാനം എല്ലാം വിഡ്ഢിത്തവും ക്രൂരവുമായി മാറുന്നു. ഈ കഥ അത്രയും പഴക്കമുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് പോലും നാണക്കേടാണ്. അതെ, വളരെ പഴയത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.